എടാ മക്കളെ, ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അപ്പൊ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് PSC ഫാക്ട്സ് നോക്കിയാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ, 2026 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മളോട് PSC ചോദിക്കും. എത്രാമത്തെ? എടാ, 80-മത്തെയാണ് കേട്ടോ. അത് മറക്കരുത്. ഇന്ത്യയുടെ 80-മത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് നമ്മൾ 2026 ചെങ്കോട്ടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ്, 2026 സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ആലപിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ച ഗാനം ഏതാണ്? നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരമാണ്. നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലെ ഒരു ഗാനമാണ് എന്ത്, വന്ദേമാതരം. ആ വന്ദേമാതരമാണ് ആ വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതം കൂടിയാണ്. ആ വന്ദേമാതരം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2026 സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ ആലപിക്കപ്പെടുന്നു. ചരിത്ര നിമിഷം കൂടിയാണ്. കാരണം 2026 ഇത് ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ ആലപിക്കപ്പെടുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാം. സ്വാതന്ത്ര്യദിനാഘോഷത്തില് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് ആരാണ്? ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുക, ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുക. അപ്പൊ സംസ്ഥാനത്ത് ആരാണ്? സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ് കേട്ടോ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ്. 1974 ആദ്യമായിട്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നത്, പതാക ഉയർത്തുന്നത്. കാരണം 1974 മുമ്പ് സംസ്ഥാന ഗവർണർമാരായിരുന്നു സംസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയിരുന്നത്. 1974 തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള കരുണാനിധി, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധിയാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത്. കാരണം കരുണാനിധി ഇന്ദിരാഗാന്ധിക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. എന്ത്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിമാര്, സംസ്ഥാനത്ത് ജനങ്ങളാണല്ലോ തെരഞ്ഞെടുക്കുക, ആ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരിക്കണം ദേശീയ പതാക ഉയർത്തേണ്ടത് എന്നുള്ളൊരു നിവേദനം അല്ലെങ്കിൽ ഒരു ലെറ്റർ ഇന്ദിരാഗാന്ധിക്ക് എഴുതുന്നു. അതിനെ തുടർന്ന് 1974 ആദ്യമായിട്ട് കരുണാനിധി പതാക ഉയർത്തുന്നു. അപ്പൊ അതിനുശേഷം മുഖ്യമന്ത്രിമാരാണ് സംസ്ഥാനത്ത് പതാക ഉയർത്തുന്നത്. അല്ലെ, വന്ദേമാതരം നമ്മൾ പറഞ്ഞു. 77ാമത് റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു? വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികമായിരുന്നു എന്ത്, 77ാമത് റിപ്പബ്ലിക് ഡേയുടെ തീമാണ് എന്ത്, വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ PSC ചോദിക്കുന്ന കുറച്ച് ബേസിക് ഫാക്ട്സ്, സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കേടാ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.